സുനിൽ, എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് തരംഗമാണ് പ്രവചിക്കുന്നത്. പക്ഷേ BJP പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു ദിശാസൂചിക കൂടിയായി മാറുമോ ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്? വിനിത, തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വഴി തുറക്കലാകും ഒരുപക്ഷെ ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും ജനവിധി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും നമ്മൾ ഹരിയാനയിലെ റോത്തക്കിലേക്കുള്ള യാത്രാമധ്യയാണ്. ഹരിയാനയിലെ റോത്തക്ക് തന്നെയാണ് ഹരിയാനയിലെ ഒരു രാഷ്ട്രീയ തലസ്ഥാനം. ഏതായാലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഒരുപക്ഷെ നാളത്തെ ജനവിധിക്ക് ശേഷം റോത്തക്കിൽ നിന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 10 വർഷത്തിന് ശേഷമാണ് ഹരിയാനയിൽ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് 60-ലധികം സീറ്റുകൾ നേടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരും എന്നാണ് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും ഒരുപോലെ പ്രവചിച്ചിരിക്കുന്നത്. BJPക്ക് വലിയ തകർച്ചയാണ് ഏതാണ്ട് എല്ലാ സർവേകളും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉത്തരേന്ത്യയിലെ ഹിന്ദി ബെൽറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ ഹരിയാനയിൽ കോൺഗ്രസ് വലിയ രീതിയിൽ മുന്നോട്ട് വരുമെന്നും BJP വലിയ തകർച്ചയിലേക്ക് പോകുമെന്നും പറയുമ്പോൾ തീർച്ചയായും അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇനിയുള്ള നാളുകളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇനി ഈ വർഷം തന്നെ 2 സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അടുത്ത വർഷം ആദ്യം ദില്ലി, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അങ്ങനെ ഇനി തെരഞ്ഞെടുപ്പ് ഒരുപാട് വരാനിരിക്കുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് അതിന്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന വലിയ രാഷ്ട്രീയ നീക്കങ്ങളും ചലനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ജനവിധി തന്നെയായിരിക്കും ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. തീർച്ചയായും 2-3 മണിക്കൂറിനകം തന്നെ ഈ 2 സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും. ഏതായാലും ഹരിയാനയിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തും എന്ന എക്സിറ്റ് പോൾ സർവേ പ്രവചനങ്ങൾ വന്നതിന് പിന്നാലെ കോൺഗ്രസ് ക്യാമ്പുകളെല്ലാം സജീവമായി ഉണർന്നു കഴിഞ്ഞു. ഏതായാലും ഭൂപേന്ദ്ര സിംഗ് ഹൂഡ തന്നെയായിരിക്കും ഈ പ്രവചനങ്ങളൊക്കെ ശരിയാവുകയാണെങ്കിൽ ഹരിയാനയിൽ മുഖ്യമന്ത്രിയായി എത്തുക. ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു വലിയ ഹീറോ എന്ന നിലയിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത് തിളങ്ങി നിന്നത്. ഏതായാലും അത് ശരിയാകും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളൊക്കെ തന്നെ ഒരുപോലെ പറയുന്നത്. ഏതായാലും BJP ക്യാമ്പുകൾ എക്സിറ്റ് പോളുകൾ തള്ളുകയാണ്. ഇതല്ല ജനവിധി വരാൻ പോകുന്നത്. BJP ക്യാമ്പുകൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. ഈ എക്സിറ്റ് പോളുകളെല്ലാം ജനങ്ങൾ തള്ളിക്കളയും, യഥാർത്ഥ വിധി BJPക്ക് അനുകൂലമാകും എന്നൊക്കെ BJP ക്യാമ്പുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഹരിയാനയിലെ ഗ്രൌണ്ട് BJPക്കെതിരാണ്, ജനവികാരം BJPക്കെതിരാണ്. ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഹരിയാനയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ സ്വാധീനമുണ്ടാക്കിയതാണ്. പഴയ ചൌട്ടാല പാർട്ടിയൊക്കെ തന്നെ ഒരുപാട് വലിയ തിരിച്ചടികൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടും എന്നൊക്കെ തന്നെ പൊതുവെ എക്സിറ്റ് പോളുകളൊക്കെ ഒരുപോലെ പറയുന്നുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണാം എന്താകും ഹരിയാനയിൽ യഥാർത്ഥ ജനവിധിയെന്ന്. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ശരി, ഏതായാലും ഹരിയാനയിലെ മണ്ണിൽ നിന്നുകൊണ്ടാണ് PR സുനിൽ പ്രവചിക്കുന്നത്. BJPക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർ തള്ളുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് തരംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.